നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാളമീനാണ്. മാങ്ങയിട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ: മാങ്ങ, ഇഞ്ചി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, അതായത് സവോള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, കരികൾ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വയ്ക്കാം. മൺചട്ടി വെച്ചു, ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ, വെള്ളമൊക്കെ വറ്റട്ടെ. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇത് മതിയാവും. എണ്ണ ഒഴിച്ച് കൊടുത്തു. ഞാൻ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉലുവ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാടില്ല, കുറച്ച് മാത്രം. അതൊന്ന് മൂത്ത് വരണം. ഉലുവ ഒന്ന് പൊട്ടിച്ച് ഉലുവ ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം. ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടാതെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ല കരിഞ്ഞു പോകും. അതിന് ശേഷം ചെറിയ ഉള്ളി അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നല്ല അസലായിട്ട്. ചെറിയ ഉള്ളി എപ്പോഴും കറികൾക്ക് സ്വാദ് തരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ വലിയ ഉള്ളി, അതായത് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതും എടുത്ത് അതിലേക്ക് ഇട്ടു. അത് നന്നായിട്ട് ഒന്ന് വാടത്തേയിരുന്നു. നല്ല അസലായിട്ട് വാടും. ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടത് ഞാൻ വീഡിയോ അതിൽ പെട്ടിട്ടില്ല. ഉപ്പിട്ടിട്ടുണ്ട് അതിൽ. എന്നാലേ അത് നന്നായിട്ട് വാടി കിട്ടുള്ളൂ. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതെല്ലാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വാടി കിട്ടും. ഏകദേശം ഇപ്പോൾ നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മീനിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇടാം. അതായത് ആദ്യം നമ്മൾ ഇടണത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ വേണം, ഇത് പോരാ. കുറച്ചുകൂടെ ഇട്ടു. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു, അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട്. അതിന് ശേഷം അത്രയും ഞാൻ കാണിച്ച അത്രയും മീനിന് ഏകദേശം എൻ്റെ ഒരു കണക്കാണ്, ഒരു 5.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിരിയൻ മുളകല്ല, സാദാ മുളക് പൊടി നമ്മളെടുത്തിരിക്കുന്നത്. 5.5 ടീസ്പൂൺ മതിയാവും. കൈക്കണക്കാണേ. ഇനി അത് നന്നായിട്ടൊന്ന് പച്ചക്കുത്ത് മാറോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു കുത്തുണ്ടാകും. അതിനായിട്ട് നന്നായിട്ട് കിടന്ന് വാടട്ടെ. ഏകദേശം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഏകദേശം വാടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഏകദേശം 1 കപ്പ് വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആ പച്ചമാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതായത് മീനിന് ആവശ്യമായ 2 ചെറിയ മാങ്ങയാണ്, വളരെ വലിപ്പം കുറഞ്ഞ മാങ്ങ. അതിന് നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഗ്രേവിയിലോട്ട് ഇറങ്ങണം. നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. മൂടി തുറന്നു. ഏകദേശം വെന്തിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കിടന്ന്. മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ ഇത് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. അതൊന്ന് ഒഴിച്ച് കൊടുത്തു. ഒരല്പം വെള്ളം കൂടെ ആ മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് കഴുകി അതുകൂടെ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം.
ഏകദേശം പുളി ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആ അരപ്പൊഴിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറണം, നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഗ്രേവി. ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഓരോരോ പീസായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഗ്രേവി തിളയ്ക്കുമ്പോൾ വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൊവയുണ്ടാവും എന്നാണ് മുതിർന്നവർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാറുള്ളത്. ഏകദേശം മീനെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ചാറിലോട്ടൊക്കെ ഒന്ന് മുക്കി വെച്ച് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ അടപ്പിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം. ഏകദേശം നമുക്ക് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മണം വരുമ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ആയിട്ടുണ്ടെന്ന്. കറി അടിപൊളിയായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഇനി അങ്ങ് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. താങ്ക് യു.